അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വില്ലേജ് ഗ്യാസ്റ്റോവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാമ്പഴ കൂട്ടാൻ. അപ്പോൾ നല്ല പഴുത്ത നാടൻ മാങ്ങയാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 4-5 മാങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് മുറിച്ച് എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഈ കൽച്ചട്ടിയിലിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് മുറിച്ചെടുക്ക്. ഞെട്ടൊക്കെ ഒന്ന് കളയണം. നമുക്ക് ഇത് നമുക്ക് തൊലി കളയാതെ തന്നെ വേണമെങ്കിലും എടുക്കാം. അപ്പം അങ്ങനെ എടുക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരഞ്ഞിട്ട് എടുക്കാം. അപ്പം അതിൻ്റെ അകത്തോട്ട് നമ്മുടെ ഉപ്പും പുളിയും എല്ലാം ഇറക്കിയിട്ട് നന്നായിട്ട് ഞെട്ടൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കുക. സാധാരണ എല്ലാവരും തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നത്. അപ്പം നമ്മളിന്ന് വ്യത്യസ്തമായിട്ട് തൊലി കളയാതാണ് നമ്മുടെ പരിപാടി. നമ്മളിപ്പോൾ അവിടെ മാങ്ങ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ 2 മാങ്ങയുടെ തൊലി കളഞ്ഞു, ബാക്കി 3 നമ്മളൊന്ന് വരഞ്ഞിട്ടിരിക്കുന്നത്. അപ്പം ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിതിന് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേകണം. അപ്പോൾ വേകാനും മാത്രമുള്ള വെള്ളം ഒഴിക്കണം. ചാറ് കറിയായിട്ടാണല്ലോ ഇത് എടുക്കുന്നത്. അപ്പോൾ അതിനുള്ള ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ച്. അതെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് കൽച്ചട്ടി ഉണ്ടെങ്കിൽ കൽച്ചട്ടിക്കകത്ത് തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. കാര്യം എന്നാലേ അതിൻ്റെ ആ ഒരു സ്വാഭാവികമായ നമ്മുടെ നാടൻ രുചി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിനെ നല്ലതായിട്ട് തിളയ്ക്കണം. അപ്പം വേണം നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പം എളുപ്പം തിളച്ച് കിട്ടും. അപ്പോൾ ആ സമയത്ത് നമുക്കുണ്ടല്ലോ ഇതിന് ചേർക്കാനുള്ള അരപ്പൊക്കെ റെഡിയാക്കി എടുക്കാം. നമ്മുടെ മാങ്ങ താണ്ട് ഇവിടെ നന്നായിട്ട് തിളയ്ക്കാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. തിളച്ച് തുടങ്ങിയിട്ടില്ല, തിളയ്ക്കാനായിട്ട് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. പിന്നെ 2 നമ്മുടെ വറ്റലമുളകും, പിന്നെ ഒരു നുള്ള് നമ്മുടെ മഞ്ഞൾപ്പൊടിയും, പിന്നെ അത്രയും തന്നെ നല്ല ജീരകം, പിന്നെ ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. പിന്നെ എരിവ് ഒട്ടും വേണ്ട, ഇതിന് മധുരക്കറിയായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടി ഒഴിവാക്കാം. ചില ആൾക്കാർ ഈ മുളക് പൊടി ഒന്നും ഇടാതാണ് ശർക്കര വേണമെങ്കിൽ ചേർത്ത് മധുരക്കറിയായിട്ട് ഉപയോഗിക്കാം. അപ്പം നമ്മൾ എന്തൊരു ശക്കലം എരി ചേർത്ത് നമ്മൾ എടുത്തിരിക്കും. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കും. അപ്പോൾ ഇതിവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് വേകട്ടെ. അപ്പോൾ നമുക്കിത് അരച്ചെടുത്ത് ഇതൊന്ന് വേഗുന്ന ഒരു താമസം നമ്മുടെ കറി റെഡി. നമ്മൾ അരപ്പെല്ലാം റെഡിയാക്കി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങ നന്നായിട്ട് തിളച്ച് നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീ ഒന്ന് കുറച്ച് നല്ലതായിട്ട് നമ്മൾ മുറിക്കാല്ല ചെത്താതിട്ടുന്നില്ലേ, അത് ഒന്ന് ഉടച്ചു വിടാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് സംഭവം. ദേഹത്തൊക്കെ തെറിക്കും. അത് ശ്രദ്ധിച്ച് വേണം നിൽക്കാനായിട്ട്. നല്ല തിളച്ച വെള്ളമാണ്. നല്ല മണമാണ്. അതായത് ഈ നാടൻ മാങ്ങ ഉണ്ടല്ലോ, നാട്ടുമാങ്ങ, അതങ്ങോട്ട് നാട്ടുമാങ്ങ നമ്മൾ പഴുത്ത് കഴിയുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ്. പിന്നെ അത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ പറയണോ, അടിപൊളി. നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു തിള മാത്രം മതി, കറി റെഡിയാകും. അത് കുറച്ചുകൂടെ ഉണ്ട്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറി റെഡിയായി. അപ്പം നമ്മൾ ഈ കൽച്ചട്ടി ആയതുകൊണ്ടുള്ളൂ നല്ല ചൂടാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് അധികം ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പൊന്ന് സ്വല്പം ഉപ്പ് ചേർത്തു. ഉപ്പ് സ്വല്പം കുറവാണ്. കാര്യം നമ്മളെ മാങ്ങ വേഗം വേണ്ടി മാത്രം നമ്മൾ ഇട്ട ഉപ്പേ ഉള്ളൂ. ഇത്ര വേണ്ടി വരുള്ളൂ. ചേർത്തില്ല. അപ്പം അതിൻ്റെ ഉപ്പ് നമുക്കൊന്ന് ബാലൻസ് ചെയ്യണമെന്നെങ്കിൽ പിന്നെ ഒഴിച്ചേറിയല്ലേ, അപ്പോൾ ഒരു സ്വല്പം ഉപ്പ്. ചിലർ ഇതിന് കടുക് വറുക്കും, ചിലർ കടുക് വറുക്കത്തില്ല. എന്നാലും നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കടുക് വറുക്കുന്നത് കറിയുടെ ഒരു ടേസ്റ്റും കാണാനും ഒരു ഭംഗിയൊക്കെ വേണ്ടി കടുക് വറക്കണം. അപ്പം ഇതൊന്ന് തിളച്ചോട്ടെ. ഇപ്പോൾ ഓൾറെഡി തിളച്ചിരിക്കുകയാണ്, എന്നാലും ഒന്നുകൂടെ ഒന്ന് തിളച്ചോട്ടെ. അപ്പം നമ്മുടെ കൂട്ട നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇത്ര മതി.
അപ്പോൾ നമ്മളിത് ഇവിടെ ചട്ടി വെച്ചു, നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് നമ്മൾ കടുക് വറക്കാനായിട്ട് നമ്മളെ മറ്റേ ഉള്ളിയൊന്നും നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ ഈ കറിക്ക് ഉള്ളി എടുത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് അന്ന് കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വറ്റൽമുളക് ഒരെണ്ണം മതി, അത് നമ്മൾ രണ്ടായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ മറ്റേ വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് ചേർത്തെടുക്കും. പക്ഷെ നമുക്ക് ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, ഇതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് കറിവേപ്പില കൊടുക്കാം. നമ്മൾ ഈ കടുക് പൊട്ടിച്ച് ഇതിന്റെ ഈ കൂട്ടാൻ്റെ അകത്തൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കറി അടിപൊളിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് നമുക്ക് ചേർത്ത് ചൂടുണ്ടോ? ഇല്ല, ഒഴിക്കാം. നമ്മുടെ പരിപാടി കഴിഞ്ഞു, കൂട്ടാൻ റെഡിയായി. നമുക്ക് ഒന്നുകൂടെ ഉപ്പൊന്ന് നോക്കാം. ഇവിടെ സൈഡിൽ നിന്ന് എടുത്തൊന്ന് നോക്ക്. നമ്മൾ ഉപ്പ് ആവശ്യമനുസരിച്ച് ചേർക്കുക. അടിപൊളി, കറക്റ്റാണ്. ഉപ്പ് മാങ്ങയുടെ ഒരു ചെറിയ മധുരമുണ്ട്, ചെറിയൊരു എരി, എല്ലാം കൂടെ അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇപ്പം നല്ല ഇഷ്ടംപോലെ പഴമാങ്ങ കിട്ടുന്ന സമയമാണ്. അപ്പം എളുപ്പം തന്നെ സംഭവം റെഡിയായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കൂട്ടാനാണ് പഴമാങ്ങ കൂട്ടാൻ. വളരെ ചെറിയ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. തൊലി കളയണമെന്നുണ്ടെങ്കിൽ തൊലി കളഞ്ഞെടുക്കുക. കട്ടി കൂടിയ മാങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തൊലി കളഞ്ഞെടുക്കുക. തൊലി കളയാതാണെന്നുണ്ടെങ്കിൽ ഒന്ന് വരഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അകത്തോട്ട് അതിൻ്റെ ഉപ്പും പുളിയും എല്ലാം. അപ്പൊ തൊലി ഉരിക്കുമ്പോ അതിനകത്ത് കുറെ മാംസമൊക്കെ പോകും ചില സമയത്ത്. ഈ നാട്ടുമാവല്ലേ, അപ്പൊ അതിന്റെ നാരൊക്കെ കൂടുതലായിരിക്കും ഈ മാങ്ങയ്ക്ക്. അതുകൊണ്ട് അപ്പോൾ ഒന്ന് റെഡിയാക്കി നോക്കിക്കോ. അപ്പം നമ്മുടെ ഈ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് ഓൺ ചെയ്തിട്ട് ഇപ്പോൾ ഇതറിയാൻ മേലാത്ത കൂട്ടുകാർക്ക് ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. പിന്നെ നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ബൈ ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.